ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ ആംസ്റ്റർഡാമിനോട് ബൈ പറഞ്ഞു. ഇപ്പോൾ ബെൽജിയത്തിലെത്തി. ബെൽജിയത്തിൽ ഞാൻ ബ്രസൽസിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രസൽസിലാണ്, ഇന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ബ്രസൽസിൻ്റെ കാഴ്ചകൾ കാണാം. Here we go, it's all about you, it's all about me, it's all about what we do. Making art, you and me, trying to find something to believe. Because I'm running wild, I ain't running free. Still got a lot of shit left to see. I'm stuck in this town, and the town's stuck in me. Always trying to find another reason to leave, but we sit at home, all alone. Hoping one day our names will be known. Cause I'm stuck on the bottom, trying to feel on top. Wishing everything would just come to a stop. ഗൈസ്, ഫൈനലി ഞാൻ ബെൽജിയത്തിലെത്തി. ബെൽജിയത്തിൽ ബ്രസൽസിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ബ്രസൽസിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേഷനൊന്നും അത്ര ഇഷ്ടമായില്ല കേട്ടോ. ടു ബി ഓണസ്റ്റ്, സ്റ്റേഷൻ അത്ര ഇഷ്ടമായില്ല. കാരണം ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല. ആംസ്റ്റർഡാം വാസ് സോ ഗുഡ് ആ കാര്യത്തിൽ. അപ്പം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല, അത് ഒരു കാര്യം. പിന്നെ എനിക്ക് ആൾക്കാർ അത്ര ഫ്രണ്ട്ലി അല്ല എന്നൊരു വൈബ് അടിച്ചു ആദ്യം. സോ അങ്ങനത്തെ ഒക്കെ കാര്യം കൊണ്ടൊരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച്, പക്ഷേ ഞാൻ ജഡ്ജ് ചെയ്യുമല്ല, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. എനിവേസ്, ഞാൻ റൂമിൽ വന്നു. എനിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് എനിക്ക് ട്രെയിനൊക്കെ മാറിപ്പോയി. സോ എനിവേസ്, ഞാൻ റൂമിൽ വന്നു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കാരണം ഞാൻ ഒത്തിരി ഓടി നടന്നായിരുന്നു. എനിക്ക് വഴി തെറ്റി ഇൻ ദ സെൻസ് എനിക്ക് ഡയറക്ഷൻ മാറിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്കങ്ങനെ മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അപ്പം എനിക്ക് ട്രെയിൻ മാറി, ഞാൻ വേറൊരു സ്റ്റേഷനിൽ പോയി ഇറങ്ങി. പിന്നെ ഈ ലഗേജൊക്കെ ആയിട്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. ഏതായാലും വന്നു റൂമിൽ. നല്ല റൂം നല്ലതാണ്. 6 ബെഡ് ഡോമാണ്. ആൻഡ് റൂമിൽ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. വലിയ ലോക്കറാണ്. അതുകൊണ്ട് എൻ്റെ 2 ബാഗും എനിക്ക് റൂമിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 5:15 കഴിഞ്ഞു, 5:17 ആയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുവാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇന്ന് ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു ക്രോസോൺ ആൻഡ് ഒരു ബൺ പോലത്തെ വിത്ത് ചീസ് സാധനമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫില്ലിംഗ് ആയിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. പിന്നെയും കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. ഞാൻ റൂമിൽ വന്നിട്ട് കുറച്ച് കഴിച്ചു. അതുകൊണ്ട് വലിയ വിശപ്പില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഓർത്തു എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് പോയി ഒന്ന് നടന്നിട്ട് ഡിന്നറൂടെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വരാം. അങ്ങനെ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്ററിലേക്ക് പോവാം. ഇതാണ് കേട്ടോ എൻ്റെ ഹോസ്റ്റൽ റൂം. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ദിസ് ഈസ് മൈ ഹോസ്റ്റൽ ലാട്രോപ്പ്. ഇവിടെ സെൻട്രൽ തന്നെയാണ്. നല്ല കാറ്റും ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ തണുപ്പുണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 220 മീറ്റേഴ്സേ മാനക്കിൻ പിസിലേക്ക് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ്. മാനക്കിൻ പിസ് ബെൽജിയത്തിലെ അല്ലെങ്കിൽ ബ്രസൽസിലെ ഒരു ലാൻഡ്മാർക്കാണ്. എന്താണ് സംഭവം എന്ന് പോയി നോക്കാം. We're trying to fill the holes in our souls, trying to feel the music, let it take control. Stuck on the bottom, trying to feel on top, wishing everything would just come to a stop. Being hurt, what a concept. Gotta stay alive, yeah, that's the mindset. Caffeine mornings, vodka nights. Gotta be awake, gotta live this life. Hoping there's more, but knowing there's less. We gotta keep going and hope for the best. Walking the streets, just you and me. Trying to fill the void, trying not to bleed. Sometimes life just moves too slow. ബ്രസൽസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വലിയ ആവശ്യം വരുന്നില്ല. കാരണം നടന്ന് തന്നെ എല്ലാം കാണാനുള്ളതേ ഉള്ളൂ. എവിടെ പോയാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരിടത്ത് വരും.
സോ നടന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഞാൻ ട്രാവൽ കാർഡ് പാസസ് ഒന്നും എടുത്തിട്ടില്ല. ഒരെണ്ണം എടുത്തത് ഞാൻ മറ്റേ ബസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഹോട്ടലിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡ് എടുത്തായിരുന്നു. അതൊരു 1 day പാസ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഐ എം നോട്ട് പ്ലാനിങ് ടു ടേക്ക് എനി അതർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാർഡ്സ് ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി റിക്വയർഡ്. പിന്നെ നാളെയും മറ്റന്നാളും ഞാൻ ഓരോ ഡേ ട്രിപ്സ് പോവാണ്. അതിനെന്തായാലും എനിക്ക് കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് തോന്നുന്നത് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും എന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രസൽസ്. ഇന്നിവിടെ നല്ല മഴയാണ്. ഞാൻ കുറേ ഇങ്ങനെ നടന്ന് കണ്ടു. പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ ക്യാമറ പുറത്തെടുത്തില്ല അധികം. എന്തായാലും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ബ്രസൽസിലെ ലൈക്ക് ഗ്രാൻഡ് പ്ലേസ്, മാനക്കിൻ പിസ്, ജെന്നിക്കിൻ പിസ്, സെന്നക്കെ പിസ്, ഐ ഗെസ് സെന്നക്കെ പിസ്, ഇവിടെ എല്ലാം പോയി. സോ ഇതിൽ ഏറ്റവും ഫേമസ് ഈ മാനിക്കിൻ പിസ് ആണ്. അത് ദാറ്റ് ലിറ്ററലി മീൻസ് എ ലിറ്റിൽ ബോയ് യൂറിനേറ്റിംഗ്. And the Jennike piss is a little girl urinating and the Zennike piss is a dog urinating. ഇത് മൂന്നും കൂടി ചേർന്നാണ് ഇവിടുത്തെ ഫേമസ് ദ ഫാമിലി ഓഫ് പിസ്നോ അല്ലെങ്കിൽ എന്താണ് ദ പിസ് ട്രയോ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ്. അപ്പോൾ ഞാൻ ആസ് ഐ ഓൾറെഡി മെൻഷൻഡ് ഇതിൽ ഏറ്റവും ഫേമസ് മാനിക്കിൻ പിസ് ആണ്. അത് നമുക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളത്. സെന്നിക്കയിലേക്ക് വരുമ്പോൾ അധികം ആരും ഇല്ല. അപ്പോൾ ഈ ആ ലിറ്റിൽ ബോയ് ഈസ് ഹാവിങ് അറൌണ്ട് 1000 കോസ്റ്റ്യൂംസ്. ഇവിടെ ഓരോ ഫംഗ്ഷൻസിനും അല്ലെങ്കിൽ ഓരോ പ്രത്യേക ദിവസങ്ങളിലൊക്കെ പുള്ളിയുടെ കോസ്റ്റ്യൂംസ് മാറും. 1000 ഡ്രസ്സസ് ഉണ്ട് പുള്ളിക്ക്. അപ്പം October 1st ഇന്നലെ ഇവിടെ സം കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയിരുന്നു ഇന്നലെ. പക്ഷെ അത് മിസ് ചെയ്തു. ഇന്നിപ്പോൾ സാധാരണ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഫണ്ണി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മെയിൻ സിറ്റിയുടെ ലാൻഡ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി സ്റ്റോറീസ് കാണുമല്ലോ. അപ്പം ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, ഗൂഗിൾ ഇറ്റ്. ഏതായാലും മഴയായതുകൊണ്ട് എനിക്കിങ്ങനെ ഔട്ട്ഡോർ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഐ വാണ്ടഡ് ടു ട്രൈ ദ ഫ്രൈസ് ഹിയർ. ഫ്രിറ്റേഡ് ടബോറ അങ്ങനെ ഒരു ഷോപ്പ് ഭയങ്കര ഫേമസ് ആണ്. അവിടുന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പുറത്താണ് ഡൈനിങ്. അപ്പം ഭയങ്കര തണുപ്പാണ് മഴ ആയതുകൊണ്ട്. സോ ഇൻഡോർ ആയിട്ട് ഡൈനിങ് ഉള്ള എവിടെയെങ്കിലും ഇരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് ആദ്യം വേണ്ടിയിരുന്നത് കുറച്ച് സൂപ്പി ആയിട്ടുള്ള എന്തെങ്കിലും നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്കൊരു ബർഗർ കഴിക്കാൻ തോന്നി. അപ്പം ഞാനിപ്പോൾ ഒരു കിഡ്സൂൺ എന്ന് പറയുന്ന ഒരു വേഗൻ ബർഗർ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇൻഡോർ ആണ് ഡൈനിങ് വരുന്നത്. ഐ ഷോ യു ദ പ്ലേസ്. സോ കുറച്ച് കോസിയാണ്. അപ്പം ഞാനൊരു കൈൻഡ് ഓഫ് ഒരു കൊറിയൻ സ്പൈസി സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ബർഗറിൻ്റെ പേര്. അതാണ് ഉള്ളതിൽ ഏറ്റവും സ്പൈസി എന്ന് അവർ പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നി. സോ എൻ്റെ ബർഗർ വന്നു. കാണിച്ചില്ല ഞാൻ. Oh my god. കിഡിലും സാധനം. ഒരു കൊറിയൻ കിംച്ചിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ അത് യു ക്യാൻ സീ സം നഗറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി യമ്മി. ഇതാണ് ഇതിനകത്തെ സാധനം. മഷ്റൂമാണ്, മഷ്റൂം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വേൾഡിൽ തന്നെ ബെസ്റ്റ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ബ്രസൽസിലെ സ്ക്വയറിലാണ്.
ഇറ്റ്സ് ഡാം ഫ്രീസിങ് റൈറ്റ് നൗ. പക്ഷെ എനിക്ക് റൂമിൽ പോകാൻ തോന്നുന്നില്ല, കാരണം ഭയങ്കര അടിപൊളി ഫീലിംഗ്. Here we go, it's all about you, it's all about me, it's all about what we do. Making art, you and me, trying to find something to believe. Because I'm running wild, I ain't running free. Still got a lot of shit left to see. Stuck in this town. ഈ സ്ക്വയറിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ക്രിസ്മസിന് ഈ സ്ഥലം എന്തായിരിക്കും എന്ന്. അമ്പോ, രക്ഷയില്ല.